ഹലോ, എൻ്റെ പേര് മെഫ്രി എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് മെഫ്സ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഒരു വർഷം കൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ മോണിറ്റൈസേഷനായി പ്രോസസ്സിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായ ഒരു സമയത്താണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. യൂട്യൂബ് എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവിടെ നിന്നുള്ള പണികൾ ഏത് വഴിക്കൂടെയും വരും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. കാരണം കുറേയൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ഒരുപാട് വീഡിയോസ് കണ്ടും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് വീഡിയോസ് ഇട്ടിരുന്നത്. പക്ഷേ എനിക്കും കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് ട്രെൻഡിങ് ആയ വൈറലായിട്ടുള്ള വീഡിയോസുകൾ നമ്മുടെ ചാനലിൽ റീപോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അത് അതുപടി തന്നെ എടുത്തിട്ടിട്ടുണ്ട്. ഒരുപാട് വ്യൂസ് കയറിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ഇത് കോപ്പി റൈറ്റിങ്ങോ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നോ ഇഷ്യൂസ് എന്നുള്ളത് കിട്ടുമ്പോഴാണ് നമ്മളിത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചേ. പക്ഷെ അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചെക്കിംഗ് ആയിരുന്നു. ഇനി അറിയേണ്ട ഒരു കാര്യം ഇതാണ്, മോണിറ്റൈസേഷൻ പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ മാനുവലായിട്ട് വീണ്ടും നമ്മുടെ ചാനലുകളൊന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന ഒരൊറ്റ കാരണമാണ് നമ്മൾ ഇതിലൊട്ട് അടുപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ കണ്ടൻറ്റൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന നമ്മുടെ വീട്ടിലുള്ള ഡെയിലി നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളുടെ വീഡിയോസുകളും അങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈല് ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് കൂടുതലും കുക്കിങ്, അതല്ലെങ്കിൽ കുഞ്ഞുമക്കളുടെ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ആക്രാന്തം കയറും, അത്യാഗ്രഹം. നമ്മുടെ സ്വന്തം ഇതിൽ നിന്ന് ഇടുന്ന സംഭവങ്ങൾക്ക് വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. കാരണം പബ്ലിക്കിലോട്ട് എന്താ പറയുക, പബ്ലിക്കിലോട്ട് ചിലപ്പോൾ പെട്ടെന്നൊന്നും നമ്മുടെ ചാനൽ എത്തില്ല. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ അത്രയധികം ആകർഷണീയതയും അതുപോലെ തന്നെ തംബ്നെയിലിൽ ക്യാപ്ഷനിൽ ഉള്ള അട്രാക്ഷൻ ഇതൊക്കെയാണ് ഒരാളെ വീഡിയോ കാണാനായിട്ട് പ്രേരിപ്പിക്കുക. നമ്മളൊക്കെ സാധാരണക്കാർ ഈ മൊബൈലിൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വായിൽ തോന്നുന്ന ഏതെങ്കിലും ഒരു ക്യാപ്ഷൻ കൊടുത്ത് പിന്നെ തംബ്നെയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പിലൊന്നും ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മളുള്ള പോലെ തന്നെ അങ്ങ് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ കണ്ടാലായി ചിലരതങ്ങ് അവോയ്ഡ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് കുറച്ച് ആക്രാന്തം എന്ന് പറയുന്നതിൻ്റെ കാര്യം, മറ്റുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള വീഡിയോസുകൾ ഒന്നിൽ റിയാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ കൊളാബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വ്യൂസ് കിട്ടും. പ്രത്യേകിച്ച് കോമഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാനാണ് ഈ കോമഡിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഈ കോമഡി വീഡിയോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കോമഡി വീഡിയോസും അതല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്താൽ ആളുകൾ കാണുമെന്ന് തോന്നുന്ന വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. നല്ലോണം വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു എന്ന് പറയാം. സംഭവം പൊളിയാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, കോപ്പി റൈറ്റ് ഇല്ല, എല്ലാം ശരി. അപ്പോൾ ഞാൻ ചെയ്തതെല്ലാം കറക്റ്റാണെന്നുള്ളൊരു ചെറിയൊരു അഹങ്കാരം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഹങ്കാരം പൊളിച്ചുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് അടി കിട്ടുന്നത്. അവളുടെ ചാനലിൽ, ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, അവളുടെ ചാനലിൽ ഇതുപോലെ അവൾ അതർ സോഴ്സിൽ നിന്നൊക്കെ എടുത്തിട്ട വീഡിയോസ് എല്ലാം പോളിസിക്ക് എതിരാണെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നു. അങ്ങനെ ഡീമോണിറ്റൈസേഷനായി. അതുപോലെ തന്നെ സസ്പെൻഷൻ. അവർ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യും. അതിന് ശേഷം നമുക്ക് അപ്പീലിന് പോകാം. അപ്പീലിനും പോയിട്ട് അത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഡിലീറ്റിങ്. ഈ പറഞ്ഞ റീപോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസുകളെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇതാണ് പിന്നെ മുന്നിലുള്ള ഏക വഴി. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ കുറച്ച് വീഡിയോസുകളൊക്കെ കാണുകയും ചെയ്തു. ഒരുപാട് പേര് സങ്കടം പറഞ്ഞിട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് മോണിറ്റൈസേഷൻ്റെ എത്തിപ്പോഴത്തേനും മോണിറ്റൈസേഷനായി ആ ഡോളറിൻ്റെ ചിഹ്നമൊക്കെ നമ്മുടെ വീഡിയോൻ്റെ അടിയിലേക്ക് വന്നപ്പോഴത്തേനും എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. ദൈവമേ, ഇത്രയും കഷ്ടപ്പെട്ടതിന് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നല്ലോ എന്നൊക്കെയുള്ളൊരു പ്രാർത്ഥനയും സന്തോഷവും അഹങ്കാരവും
ഒക്കെ കൂടിയായിരുന്നു എന്ന് പറയാം. കാരണം വെച്ചാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഉള്ളിലൊരു ചെറിയൊരു നമുക്ക് തോന്നൂലോ, ഓ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ചെയ്തു എന്നൊക്കെ. പക്ഷെ നമ്മുടെ കഴിവല്ല, മുകളിലൊരാളിരിപ്പുണ്ട്, ദൈവം. ആൾ കൂടി ചിന്തിക്കണം എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊക്കെ ഓർക്കണത് നല്ലതാണ്. എൻ്റെ ഈ ലെസണിൽ നിന്ന് പഠിച്ചതാണേ. ഞാൻ ഇത് കണ്ടപ്പോഴത്തേനും എൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുള്ള, അതായത് റീപോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റുള്ള അതർ സോഴ്സിൽ നിന്നുള്ള വീഡിയോസ് മൊത്തം 1 by 1 ആയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പീലൊന്നും പോകാനായിട്ട് ഞാൻ നിന്നില്ല. അല്ലെങ്കിൽ അപ്പീലിൽ പോകാൻ, അതായത് പോകേണ്ടി വന്നാൽ കാര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ പോളിസി അനുസരിച്ച് അതെല്ലാം തെറ്റാണ്. ഞാനൊക്കെ മൊത്തത്തിൽ അങ്ങനെ എടുത്തങ്ങോട്ട് എന്താ പറയുക, റീപോസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അതിനിടയ്ക്ക് എൻ്റെ കുറച്ച് വോയിസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പുകൾ അങ്ങനെ ഇടുന്നല്ലാണ്ട് ഇതങ്ങനെയല്ല ചെയ്യേണ്ടത്. പുതിയതായിട്ട് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണേ, അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്തങ്ങ് പോയിക്കോ. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം റീപോസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മുടെ വോയിസ് ആയിരിക്കണം മൊത്തം. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക. ആ സംഭവത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് മെയിനായിട്ടുള്ള ക്ലിപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വേണമെങ്കിൽ ആ വീഡിയോൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വേണമെങ്കിൽ ഇടയ്ക്ക്, മെയിനായിട്ടുള്ള ക്ലിപ്പുകൾ വേണമെങ്കിൽ അതിനിടയ്ക്ക് ഉൾപ്പെടുത്താം. ബാക്കി ഫുൾ ടൈം നമ്മളുടെ ഫേസും അതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായിരിക്കണം. ഏതെങ്കിലും അതർ സോഴ്സിൽ നിന്ന് നമ്മളൊരു വീഡിയോ റീപോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ആയിരിക്കണം. അതുപോലെ കൊളാബ് ആയിക്കോട്ടെ, റിയാക്ഷൻ വീഡിയോ ആയിക്കോട്ടെ, ഒരു ഷോർട്സിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും, മെയിനായിട്ട് എനിക്ക് ഷോർട്സിലാണ് കേട്ടോ പണി കിട്ടിയത്, വീഡിയോസിൽ കുറവായിരുന്നു. അപ്പോൾ ഷോർട്സിലാണെങ്കിലും നമ്മുടെ ഫേസ് ഫുള്ള് കാണുന്ന പോലെയുള്ള രീതിയിലായിരിക്കണം. ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം. ഇതെല്ലാം നമ്മൾ ചെയ്താലും മോണിറ്റൈസേഷൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും നമ്മൾ റീപോസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല, റീപോസ്റ്റിംഗ് വീഡിയോസ് ഇടാൻ പാടില്ല. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. കാരണം നമ്മുടെ മാത്രം വീഡിയോസ് ആയിരിക്കണം ഇടേണ്ടത്. ആ സമയത്ത് ഇവർ മാനുവലി ചെക്കിങ് നടക്കുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവരത് നിങ്ങളുടെ ചാനൽ ഇതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഡീമോണിറ്റൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിലിങ് വരും. അപ്പോൾ ചങ്ക് പൊട്ടി തളർന്നിരിക്കേണ്ടി വരും. അതുകൊണ്ട് പറയാണ്, ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ട് പൈസ ഒക്കെ കയറി ചാനൽ വലിയ മോശമുണ്ട്, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ കൊളാബൊക്കെ ചെയ്യാം. പക്ഷേ ചെയ്യേണ്ട രീതിയിൽ കൂടെ ചെയ്യുക. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഒരാളുടെ വീഡിയോസും എത്ര വൈറലായിക്കോട്ടെ ട്രെൻഡിങ് ആയിക്കോട്ടെ നിങ്ങൾ ഇടാൻ പാടില്ല. നിങ്ങളുടേത് മാത്രമായിട്ടുള്ളത് ഇടുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഈ ചാനലിലൊക്കെ ഒരുപാട് നാളുകളെത്തി ഇതിൻ്റെ എല്ലാ എക്സ്പീരിയൻസസും എല്ലാം മനസ്സിലാക്കി അറിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇത് നോക്കുക പോലും വേണ്ട. ഇനിയും ചാനൽ തുടങ്ങാൻ വേണ്ടി ഈ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങും, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയൊക്കെയാണെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരും ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയ ആൾക്കാർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് കിട്ടിയ അനുഭവം അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കിയ അനുഭവം ഇനി ഇത് മറ്റൊരാൾക്ക് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ്. ഒരുപാട് പേരുടെ സങ്കടം പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കും ഇങ്ങനെ ഇടേണ്ടി വരുമെന്ന്. ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തു, ഇതറിഞ്ഞു കഴിഞ്ഞ സമയത്ത് എൻ്റെ മൊത്തം വീഡിയോസ് റീപോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോസും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 7000-ഓളം വാച്ചേഴ്സ് ഉണ്ടായിരുന്ന എൻ്റെ ചാനലിൽ അത് 3 ആയിട്ട് കുറഞ്ഞു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതോടുകൂടി എൻ്റെ മോണിറ്റൈസേഷൻ മൊത്തം അങ്ങ് പോയി. കാരണം 4000 വാച്ചേഴ്സിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവാന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ ഇനി എനിക്ക് വീണ്ടും റീഅപ്ലൈ ചെയ്യണം. അത് വീണ്ടും റീഅപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തോളമൊക്കെ കാത്തിരിക്കേണ്ടി വരും. അതുമല്ല 4000 വാച്ചേഴ്സ് ഇനി വേഗം കിട്ടണം. അപ്പോൾ ഇനി വേറൊരു കണ്ടൻറ്റും അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോസോ ഒന്നും എനിക്ക് ഇനി തൽക്കാലത്തേക്ക് ഇതെല്ലാം കഴിയുന്ന വരെ ഇനി ഇടാനും പറ്റില്ല. ഇനി അഥവാ നമ്മൾ ഈ പറഞ്ഞ പോളിസി പ്രകാരമൊക്കെ നോക്കി കിട്ടാൽ തന്നെ ദൈവമേ ഇനി അതിനെന്തെങ്കിലും അടി കിട്ടോ എന്നുള്ള പേടിയോടെ നമ്മളിരിക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ ദിവസം ചിലപ്പോൾ ചില ദിവസമൊക്കെ തലവേദന എടുത്തിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത ദിവസവും ഈ വീഡിയോ എടുത്ത സംഭവം എഡിറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കി അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കിടക്കണേ.
ഒരു ദിവസം തന്നെ 5 വീഡിയോസ് വരെ ഇട്ട സമയമുണ്ട്. പലരും പറഞ്ഞു 5 വീഡിയോസൊന്നും ഒരു ദിവസം ഇടല്ലേ, കാര്യമില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ അതിലും ഒരു കാര്യം പറയാം, പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര വീഡിയോസ് വേണമെങ്കിലും ഇട്ടോ, ഒരു കുഴപ്പമില്ല. കാരണം കിട്ടുന്നിടത്തോളം വ്യൂസ് കിട്ടട്ടെ എന്ന് ചിന്തിക്കാവൂ. ജാസ്മിൻ ജാഫർ ഒരു ദിവസം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു വീഡിയോയിൽ. അവൾ ഇത് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം 5-6 വീഡിയോസൊക്കെ ഇടുമായിരുന്നു. പെട്ടെന്ന് റീച്ചായി. അത് അവളുടെ ഭാഗ്യമാണ്. ആ കുട്ടി ചെയ്തതിൻ്റെ കഷ്ടപ്പാടുകൊണ്ടാണ് കിട്ടിയത്. അത് സത്യമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയതും അല്ലെങ്കിൽ എനിക്ക് വാച്ചവേഴ്സ് ആവശ്യത്തിന് ആയതൊക്കെ ഇതേപോലെ ഇട്ടിട്ടാണ്. ചിലപ്പോൾ ഒരു വീഡിയോയിൽ ചിലപ്പോൾ അത്രയ്ക്ക് വലിയതുണ്ടാവില്ല, പക്ഷേ അതിന് അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ കുറച്ചധികം വ്യൂസ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. എന്തോരം സന്തോഷിച്ചെന്നറിയോ. എല്ലാവരോടും പറഞ്ഞു, വീട്ടുകാരോട്, നാട്ടുകാരോട് എന്ന് പറയുന്നത് എല്ലാവരുടെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി ഞാൻ 1 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത്. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ തളർന്ന് ഇരുന്നിട്ട് കാര്യമില്ല. പൂർവാധികം ശക്തിയോടുകൂടി നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ കുഞ്ഞുമക്കളെ, പുതിയതായിട്ട് തുടങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അധികം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്ലീസ് മറക്കരുത്. സപ്പോർട്ട് തരണം. അതുപോലെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി. എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ.